പ്രാവശ്യം വിളിച്ചോണ്ടിരിക്കുന്നത്. ഇതെന്തെന്ന് അങ്ങനെ കട്ട് ചെയ്താലും പിന്നെയും പിന്നെയും വിളിച്ചോണ്ടിരിക്കുന്നത്. കൊറേ നേരമല്ലേ ഫോൺ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുന്നത്, ഒന്ന് എടുത്ത് നോക്കിക്കൂടെ? ബിസിയാണെന്ന് പറ, പിന്നെ ഒരു വിളിച്ചോണ്ടിരിക്കോ? അതെങ്ങനെ എടുക്കാനുള്ള കോളൊന്നുമല്ല, ഓരോരുത്തർ വെറുതെ ശല്യം ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുക. എത്ര കട്ട് ചെയ്തിട്ട് മനസ്സിലാവണ്ടേ? ആ, ഞാൻ ആ മനോജിനോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ എത്തിയെന്ന് തോന്നുന്നു. ആരെ വിളിച്ചോണ്ടിരിക്കുന്നത്? കട്ടായ. ഇത് അമ്മേന്റെ നമ്പർ ആണല്ലോ. 15 മിസ്ഡ് കോൾസോ? ആ ഹലോ അമ്മേ. അതമ്മ ഫോൺ സൈലന്റ് മോഡിലായിരുന്നു. അമ്മ വിളിച്ച ഞാൻ അറിഞ്ഞിട്ടില്ല. അയ്യോ അങ്ങനെയൊന്നുമില്ലമ്മ, ഇവിടെ ഓരോരോ തിരക്കായത് കൊണ്ടാ. പിന്നെ അച്ഛനൊക്കെ എന്തു പറയുന്നു? ആ, ഇവിടെ സാമ്പാർ ഉണ്ടാക്കി, ഉപ്പേരി ഉണ്ടാക്കി. അത് ശരി, അത് എപ്പോഴായിരുന്നു അമ്മ? ആഹാ, എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഓ, ഇവിടെ 100 കൂട്ടം പണിയുള്ളപ്പോഴാണ് അവളെ അമ്മേന്റെ ഒരു ഫോൺ കോള്. എടി, അമ്മേനോട് പിന്നെ വിളിക്കാന്നോടാ, നീ ഇപ്പൊ കട്ട് ചെയ്യ്. അമ്മ കുറച്ച് തിരക്കില്ല, ഞാൻ ഒരു കാര്യം ചെയ്യാം, വൈകിട്ട് അങ്ങോട്ട് വിളിക്കാം. ആ ശരി. രാവിലെ തൊട്ട് തുടങ്ങിയാണല്ലോ നിന്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുക. എന്താണ് അമ്മയ്ക്ക് മോളോട് പറയാനുള്ളത്? അത് ശരി, അപ്പൊ എന്റെ അമ്മയാണ് വിളിച്ചോണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അറിയായിരുന്നു അല്ലെ? എന്നിട്ടാണോ നിങ്ങൾ പറഞ്ഞത് ആരോ ശല്യം ചെയ്യാൻ വിളിച്ചോണ്ടിരിക്കുകയാണ്, കുറെ നേരമായി, അത് എടുക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന്? എന്റെ വീട്ടുകാർ എന്ന് മുതലാണ് നിങ്ങൾക്ക് ശല്യങ്ങളായത്? പിന്നെ ശല്യമാവാണ്ട് എന്താ ഇത്രമാത്രം സംസാരിക്കാനുള്ളത്? ഇവിടെ ചോറ് വെച്ചോ കറി വെച്ചോ എന്ന് പറയുന്നത് ചോദിച്ചു ഇവിടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയല്ലേ നിന്റെ അമ്മ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഫോൺ എടുക്കാണ്ടിരുന്നത്. അതിനെന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ അവരറിഞ്ഞാൽ എന്താ കുഴപ്പമുള്ളത്? എനിക്ക് വേറെ ആരെങ്കിലും ഉണ്ടോ എന്റെ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയാൻ വേണ്ടിട്ട്? അതെനിക്കറിയാം. നിന്റെ അമ്മയ്ക്ക് പറയണം ഞാൻ നിന്നെ നോക്കുന്നുണ്ടോ അതോ കഷ്ടപ്പെടുന്നുണ്ടോ അല്ലേ? ഞാൻ നിനക്ക് ഒരു കുറവും വരുന്നില്ലല്ലോ, നന്നായിട്ടല്ലേ ഞാൻ നിന്നെ നോക്കുന്നത്. തൽക്കാലം ഇങ്ങനെ തന്നെ അങ്ങോട്ട് പോട്ടെ. ഇവിടുന്ന് ഓരോന്നിനെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തിട്ടാണ് അവിടുന്ന് ഓരോ ഉപദേശങ്ങളോട് തരാൻ, എന്നിട്ട് ഇല്ലാത്ത പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കാൻ. തൽക്കാലം ഉണ്ടല്ലോ, ഇവിടുന്ന് അങ്ങോട്ട് വിളിക്കാൻ വേണ്ട, അവിടുന്ന് ഇങ്ങോട്ട് ഒരാളും വിളിക്കണ്ട.